ഏറ്റവും പുതിയ വാർത്ത, പി സി ജോർജിന് ജാമ്യം നിഷേധിച്ചു. 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പി സി ജോർജിനെ റിമാൻഡ് ചെയ്യുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് ഈരാറ്റുപേട്ട കോടതിക്ക് മുന്നിൽ നിന്ന്. സനോജ്, നേരത്തെ കരുതിയിരുന്നത് പോലെ തന്നെ ആ വിഷനാവിന് വിലങ്ങിടാൻ, ആ വിദ്വേഷനാവിന് ഓക്സിജൻ കൊടുക്കേണ്ടതില്ലെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു, നീതിന്യായ വ്യവസ്ഥ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? 14 ദിവസത്തേക്ക് ജയിലിലാവുകയാണ് പി സി ജോർജ്. തീർച്ചയായിട്ടും താനൊരു ഹൃദ്രോഗിയാണ്. ശ്വാസകോശത്തിൻ്റെ സംബന്ധമായിട്ടുള്ള രോഗത്തിന് ചികിത്സയിലുള്ളയാളാണ്. ഓക്സിജൻ സിലിണ്ടർ സഹായത്തോടു കൂടിയാണ് താൻ രാത്രി കഴിച്ചുകൂടുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വാദപ്രതിവാദത്തിനിടയിൽ ജോർജിൻ്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത്തരം കാര്യങ്ങളാണ്. സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്വേഷതാവിന് ഓക്സിജൻ കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോർജിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരം 6 മണിക്ക് കസ്റ്റഡി സമയം പൂർത്തിയായാൽ സ്വാഭാവികമായും ജോർജ് പാലാ ജയിലിലേക്ക് പോവേണ്ടി വരുമെന്നുള്ള ഒരു സുപ്രധാന വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്നും നീതിപൂർവമായ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി ജോർജിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സനോജ്, അത് ഒരുപക്ഷെ നേരത്തെ തന്നെ കോടതി കരുതിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോ ഈ 14 ദിവസത്തെ റിമാൻഡിനിടയിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാം. കാരണം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും തെളിവുകൾ, മൊഴികൾ എന്തെങ്കിലും രേഖപ്പെടുത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇനി ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ കോടതി മുൻകൂട്ടി തന്നെ ഒരു 6 മണി വരെ സമയം കൊടുക്കുകയായിരുന്നു അല്ലേ പോലീസിനെ? സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് കസ്റ്റഡി അപേക്ഷ എന്നുള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ ശാസ്ത്രീയ പരിശോധനകളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഡിജിറ്റൽ തെളിവുകളാണ്, പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജോർജ് നടത്തിയിട്ടുള്ള വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ജോർജ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത്തരം തെളിവുകളെല്ലാം തന്നെ നേരത്തെ ഈ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതിയിൽ പോലീസ് ഹാജരാക്കിയിരുന്നു. അങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ചില പരാമർശങ്ങൾ ഉണ്ടായത്. 35 വർഷക്കാലം ഒരു MLA എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രക്ഷോഭിച്ചിരുന്ന ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജോർജിന് പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ അർഹതയില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അങ്ങനെയുള്ള പരാമർശങ്ങൾ മേൽക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കെ കീഴ്ക്കോടതിയിൽ ജാമ്യം അപേക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുമ്പോൾ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത വിദൂരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം സാധൂകരിക്കുന്ന തരത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ ജോർജിൻ്റെ ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം തുടർച്ചയായ തരത്തിലുള്ള പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, സാമുദായികപരമായ നേതാക്കന്മാർക്ക് നേരെ നടത്തുന്ന കടന്നാക്രമങ്ങൾ, ജാതീയപരമായ രീതിയിലുള്ള പരാമർശങ്ങൾ, ദളിത് വിഭാഗത്തിന് നടത്തിയ പരാമർശങ്ങൾ, ഈഴവർക്ക് നേരെ നടത്തിയ പരാമർശങ്ങൾ, കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷനായിരുന്ന മാർ മാത്യു വറക്കലിന് നേരെ നടത്തിയ പരാമർശങ്ങൾ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം വർഗീയവാദികളെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ നിരന്തരമായി നടത്തുന്ന പരാമർശങ്ങൾ, ഒടുവിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്നും തീവ്രവാദികളാണ് എന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കേസ് പരിഗണിച്ച വേളയിൽ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവാഹമില്ലാതെ ജോർജിന് നിവൃത്തിയില്ലാതെ ഒടുവിൽ കീഴടങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഈ തരത്തിൽ താൻ സ്വമേധയാ വന്ന് കീഴടങ്ങിക്കൊള്ളാമെന്നുള്ള ഒരു അപേക്ഷ ജോർജ് പോലീസിന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 11 മണിയോടുകൂടി ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകുകയായിരുന്നു. ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായ വേളയിലാണ് ജോർജിനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 4 മണിക്കൂറിലേറെ സമയം ജോർജിനെ കസ്റ്റഡിയിൽ വിടാനുള്ള പോലീസിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് വീണ്ടും കോടതിയിൽ ജോർജിനെ ഹാജരാക്കി. അതിനുശേഷം ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ജോർജിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മണി വരെയാണ് കസ്റ്റഡി സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിനുശേഷം വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയതിനു ശേഷം ജോർജിനെ കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും വിലങ്ങ് വെച്ച് ജോർജ് വീണ്ടും ജയിലഴിക്കുള്ളിലാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. സിജു, തനോജ്, ഒരുപക്ഷേ സംസ്ഥാനത്തെ നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ചുള്ള
പൊതുജനങ്ങളുടെ വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുന്ന ഒരു നടപടി കൂടിയാണെന്ന് തന്നെ ഇത് പറയേണ്ടി വരുന്നുണ്ട്. കാരണം വിവിധ ഘട്ടങ്ങളിൽ പി സി ജോർജ് ഇത്തരത്തിൽ വിദ്വേഷനാവ് പ്രയോഗിച്ചിട്ടുണ്ട്. വിവിധ ജനവിഭാഗങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ മതവിദ്വേഷം പരത്തുന്ന പല ഘട്ടങ്ങളിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ കോടതി താക്കീത് നൽകുകയും ചെയ്തിരുന്നു. കോടതിയെപ്പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നിരന്തരം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരാളെ ജയിലറയ്ക്കുള്ളിൽ തന്നെ ഇടേണ്ടതായിരുന്നു എന്നുള്ള ബോധമാണ് പൊതുസമൂഹത്തിന്, കേരളത്തിലെ ജനങ്ങൾക്ക് നേരത്തെ തന്നെ ഉള്ളത്. പക്ഷേ നിയമ സംവിധാനത്തിന് അതിൻ്റേതായ വഴികളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ തെളിവാണ്. ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുകയാണ്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, അവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ. എന്തൊരു വിദ്വേഷ പരാമർശം! ഇതിന് കൃത്യമായ മറുപടി തന്നെയാണ് ആ ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞികൃഷ്ണൻ പറയുകയും ചെയ്ത്, ഒരു നിമിഷം പോലും പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ യോഗ്യതയില്ലാത്ത ആളാണ് പി സി ജോർജ്. 4 പതിറ്റാണ്ടിലേറെയായി ജനസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിൻ്റെ നാവിൽ നിന്ന് വരേണ്ടതാണോ ഈ വാക്കുകൾ? കൃത്യമായും ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥ ഇടപെടേണ്ട സമയത്ത് ഇടപെടും, താക്കീത് നൽകേണ്ടവർക്ക് താക്കീത് നൽകുകയും ചെയ്യും. അതുതന്നെയാണ് ഈ വിധിയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇനി 6 മണി വരെ എന്തായാലും ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ തന്നെ അദ്ദേഹം പി സി ജോർജ് ഉണ്ടാകും. 6 മണിക്ക് ശേഷം പാലാ സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക, അല്ലേ? തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ നിലപാടിനൊപ്പം പൊതുസമൂഹത്തിൻ്റെ മനസ്സിനൊപ്പം നടപടിയായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹൈക്കോടതി മുമ്പ് നടത്തിയ വാക്കാലുള്ള പരാമർശം ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 3.5 പതിറ്റാണ്ട് കാലം MLA ആയിരുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അന്ന് ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി എത്തിപ്പെട്ടത്. ആ ഹൈക്കോടതി ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെടുമ്പോൾ അത് മേൽക്കോടതിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മുകളിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് അതിന് എതിരായിട്ടൊരു വിധി പ്രസ്താവിക്കുവാൻ കഴിയുകയില്ല എന്ന ബോധ്യം കീഴ്ക്കോടതിക്കും ഉണ്ടായിരിക്കാം. ജോർജിന് എതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടുള്ളത്. നീതിപീഠത്തിൽ നിന്നും നീതി ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ആൾ ഒരുപക്ഷെ അഴിക്കുള്ളിൽ തന്നെ കിടക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് കോടതി എടുത്തിട്ടുള്ളത്. ആ നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെടുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ പോലീസിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. 4 മണിക്കൂർ സമയമാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. ആ 4 മണിക്കൂർ സമയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇരാറ്റുപേട്ടയിലെ ഈ സ്റ്റേഷനിലേക്ക് ജോർജിനെ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ജോർജ് ഉണ്ട്. ജോർജിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുൻപ് ജോർജ് നടത്തിയിട്ടുള്ള വർഗീയപരമായ വിദ്വേഷപരമായ പരാമർശങ്ങൾ, ആ പരാമർശങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഏറ്റവും ഒടുവിൽ ഒരു സ്വകാര്യ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ജോർജ് വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തിയത്. അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഡിജിറ്റൽ തെളിവായിട്ട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ജോർജിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിജു, സനോജ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വിദ്വേഷ നാവ് അതിന് കൂച്ചുവില കിടക്കണം എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഒരു നിലപാട്. സമാനമായ നിലപാട് ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പി സി ജോർജിനെ സംബന്ധിച്ച് പി സി ജോർജിന് പിന്തുണയുമായി ഒരുപക്ഷെ ഈ വിദ്വേഷ പരാമർശക്കാരത്തിൻ്റെ മൊത്തം കൊട്ടേഷൻ എടുത്തിട്ടുള്ള സംഘപരിവാർ സംഘടനകൾ പി സി ജോർജിനെ അനുകൂലിച്ചുകൊണ്ട് BJP അടക്കം അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പ്രകടനം നടത്താൻ വരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്തായിരുന്നു ഇന്ന് BJP-കാരുടെ ഒരു നിലപാട്? പി സി ജോർജ് ഇപ്പോൾ BJP-യുടെ ഭാഗമാണല്ലോ. രാവിലെ മുതൽ തന്നെ BJP-യുടെ ജില്ലയിലെയും മണ്ഡലത്തിലെയും വിവിധ കേന്ദ്രങ്ങളിലെയും ഒക്കെ പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ തന്നെ പി സി ജോർജിൻ്റെ വീട്ടിലെത്തുകയും പി സി ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. പ്രകടനവുമായി പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനുള്ള തീരുമാനത്തിലേക്കാണ് ആദ്യം എത്തിയിരുന്നത് എങ്കിലും കോടതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തെളിവായി മാറും. അതുകൊണ്ട് കോടതിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ അത് കൂടുതൽ തിരിച്ചടിയാകുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകടനം നടത്താനുള്ള ഒരു സാഹചര്യം അവർ ഒഴിവാക്കുകയായിരുന്നു. അത്തരത്തിലുള്ള പ്രകടനം നടത്തിയാൽ തങ്ങൾക്ക് നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പ്രകടനം ഒഴിവാക്കിക്കൊണ്ട് നേരെ കോടതിയിൽ പോയി കീഴടങ്ങുക എന്ന തീരുമാനത്തിലേക്ക് നിയമോപദേശം കിട്ടിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്
പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാതെ നേരെ കോടതിയിൽ പോയി കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ആ കീഴടങ്ങിയ സമയം മുതൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ കോടതിയിലുമുണ്ട്. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ പ്രദേശങ്ങളിലും BJP നേതാക്കന്മാരൊക്കെ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉണ്ട് എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങൾ ഒരു വശത്തുണ്ടെങ്കിൽ പോലും ഈ കേസിൽ അതിൻ്റെ മെറിറ്റ് നോക്കിക്കൊണ്ടാണ് കോടതി ഇതിനകത്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങൾ മുകളിൽ നിൽക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജോർജിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത്. അതിനെ തുടർന്നാണ് പിന്നീട് കസ്റ്റഡിയിലേക്ക് അപേക്ഷ, അതിന് മുന്നേ തന്നെ കസ്റ്റഡിയിൽ അനുവദിച്ചു. 4 മണിക്കൂറോളം കസ്റ്റഡിയിൽ നൽകുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ജോർജിനെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മറുവശത്തെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്ന ഒരു ഈ വിദ്വേഷ പരാമർശത്തിൻ്റെ മൊത്തക്കച്ചവടക്കാർക്ക് കൂടി താക്കീത് നൽകുന്നതാണ് ഇന്ന് PC ജോർജിന് എതിരെ ഉണ്ടായിട്ടുള്ള കോടതി വിധി. ഏതായാലും 14 ദിവസത്തേക്ക് PC ജോർജിനെ റിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഈരാറ്റുപേട്ട കോടതിയുടെ വിധി വന്നിരിക്കുന്നത്.